അപ്പോൾ ഹംപി യാത്ര തുടങ്ങാൻ പോവാണ്. ഹംപി യാത്ര നമ്മൾ തുടങ്ങുന്നത് കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും മൈസൂർ വരെ KSRTC ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ നിന്നും ഹംപി എക്സ്പ്രസ്സിൽ ഹോസ്പേട്ട് ജംഗ്ഷൻ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ വരെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കോഴിക്കോട് നിന്ന് എപ്പോഴും ബാംഗ്ലൂരിലേക്കോ മൈസൂരിലേക്കും ബസ്സുണ്ട്. ഒരു മണിക്കൂറിൽ ഒരു ബസ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ 2 ബസ് എന്നുള്ള രീതിയിൽ തന്നെ കോഴിക്കോട് നിന്ന് ബസ്സുണ്ട്. ട്രെയിനിൽ പോകാതിരുന്നത് ട്രെയിൻ ഒരുപാട് ചുറ്റി ആണ് പോകുന്നത്. അതിനേക്കാൾ വേഗത്തിൽ ബസ്സിൽ എത്താൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ബസ് യാത്ര ചൂസ് ചെയ്തത്. ഏകദേശം ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നത് 10 മണിക്കാണ് ഈ ബസ് പുറപ്പെടുന്നത്. ഇത് വൈകുന്നേരം 3-3:30 ആകുമ്പോഴേക്കിന് മൈസൂരെത്തും. വയനാട് ചുരവും മുത്തങ്ങ ഫോറസ്റ്റിലൂടെയൊക്കെ പോയി വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ഒരു ബസ് മൈസൂരിലെത്തും. മൈസൂരിൽ നിന്ന് 6 മണിക്കാണ് 6:50 ഹംപി എക്സ്പ്രസ് പുറപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം മൈസൂർ കിട്ടും. അപ്പോൾ ആ സമയത്ത് മൈസൂർ പാലസൊക്കെ ഒന്ന് കാണാം എന്നൊക്കെയുള്ള ഒരു പ്ലാനിലാണ് ഈ ഒരു യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ബസ് ഇപ്പോൾ ഏകദേശം ചുരം കയറിക്കഴിഞ്ഞ് വയനാട് ഗേറ്റിൻ്റെ ആ കവാടത്തിൻ്റെ ആ ഒരു വളവിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയനാട് ഗേറ്റ് കാണാം. ഈ ഒരു സമയമൊക്കെ കണ്ടില്ലേ, കാടൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇല വീണിട്ട് ഈ സമയം കാട് കാണാൻ വേറെ രസം തന്നെ. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മണി 2:15 ആയപ്പോൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് മൈസൂരിലേക്കുള്ള റൂട്ടിൽ കുറച്ച് മുന്നോട്ട് പോയിട്ട് ബസ് നിർത്തി. അപ്പോൾ അവിടുന്ന് കുറേ പേര് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ വൈകുന്നേരം ഒരു 3:30-3:45 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ മൈസൂരിലെത്തി. മൈസൂർ പാലസ് കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. മൈസൂർ പാലസിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാഷ് മാത്രമേ പറ്റുള്ളൂ. 100 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് അഡൽട്ട്സിന്. പക്ഷേ 100 രൂപ കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റുള്ള നമ്മളുടെ മൊത്തം യാത്രയിലുള്ള ടിക്കറ്റുകളും ഇതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ എന്നുള്ള ടിക്കറ്റ് ചാർജ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ മൈസൂർ പാലസ്, ഞാനും വൈഫും മൈസൂർ പാലസൊക്കെ ചുറ്റി നടന്ന് കണ്ടു. ഇവിടെയൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗൈഡുമാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവരൊന്നും അത്രക്കും നല്ലൊരു ടെക്സ്റ്റല്ല ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതൊന്നും. കാരണം ഇവർ നല്ല സൗണ്ടിലാണ് പറയുന്നത്, നമുക്കും കേൾക്കാം ഇവർ പറയുന്നത്. പലരും ഈ വിദേശികളായിട്ടുള്ള പലരും ചിലപ്പോൾ ഇയാൾ പറയുന്നത് തെറ്റാണെന്ന് ചിലപ്പം ഇവർക്ക് മനസ്സിലാകുന്നുണ്ടാവും. എന്നാൽ പോലും കേട്ടിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസുകളാണ് പറയുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ മൈസൂർ സൂ ഒക്കെ മൈസൂർ പാലസൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. എന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള നല്ല ക്ലീനായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇത്രയും നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ കേരളത്തിൽ തന്നെ വളരെ കുറവാണ്. കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് നമ്മൾ ട്രെയിൻ അവിടെ പ്ലാറ്റ്ഫോമിലുണ്ട്. ഇതാണ് ഹംപി എക്സ്പ്രസ്. മൈസൂരിൽ നിന്ന് ഹൂബ്ലി വരെ പോകുന്ന ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറുകയാണ്. ഇതിനകത്തേക്ക് കയറിയ സമയത്ത് ആരും സീറ്റിലൊന്നും വന്ന് ഇരുന്നിട്ടില്ല. ഞങ്ങൾ മാത്രമാണ് സീറ്റിൽ വന്ന് ഇരിക്കാൻ വന്നിട്ടുള്ളത്. കാരണം നമുക്ക് ഈ ഒരു മൈസൂർ പാലസ് കാണുക, പിന്നെ ഇവിടെ നിന്ന് ഹംപിയിലേക്ക് പോവുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെയുള്ള ചുറ്റിക്കറങ്ങാൻ ഇതിനൊന്നും പോയില്ല. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് അത്യാവശ്യം ഒന്ന് ടയേർഡായിട്ടുണ്ട്, ഇത്രയും ദൂരം യാത്ര ചെയ്തതുകൊണ്ടൊക്കെ. അപ്പോൾ അങ്ങനെ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഓവർനൈറ്റ് ജേണിയാണ്. നമ്മൾ നാളെ നേരം വെളുക്കുമ്പോൾ അവിടെ എത്തും. കുട്ടിയൊക്കെ നല്ല കളിയാണ്, അവനൊക്കെ നല്ല രസമായിട്ട് തോന്നുകയാണ്. ഇതിപ്പോൾ കാണുന്നത് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ നേരം വെളുത്തതിന് ശേഷമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്, ബെല്ലാരി. ബെല്ലാരിയിൽ നിന്ന് ഏകദേശം 1 അവറിനടുത്തേ ഉള്ളൂ യാത്ര. ഒരു സൺറൈസാണ് ബെല്ലാരി ഹോസ്പേട്ട് ജംഗ്ഷൻ്റെ ബിറ്റ്വീനിലുള്ള ഒരു സൺറൈസാണ്. നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ ഒരു വിഷ്വൽ ഇതിനേക്കാൾ ലോങ് ആയിട്ടുള്ള ഡ്യൂറേഷനിലൊരു വിഷ്വലാണ്. പക്ഷേ അത് കുറച്ചെങ്കിലും കാണിക്കണം എന്ന് തോന്നി. ഈ ഒരു റോഡാണ് ഹംപിയിലേക്ക് പോകുന്ന റോഡാണത്.
നമ്മൾ ട്രെയിൻ ഇറങ്ങി അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ റോഡിലാണ് പോവുക. ഇതും ഹോസ്പേട്ട് ഹംപി റോഡാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 7 മണിയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ട്രെയിനിൻ്റെ ടൈം. എങ്കിലും 7 മണി കഴിഞ്ഞിട്ടുണ്ട്. 7:37 7:38 ഈ സമയമായിട്ടുണ്ട്. നമ്മൾ ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. ഇതൊരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ പോലും നല്ല തിരക്കുണ്ട്. ഇതാണ് ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തു നിന്നുള്ള ഒരു കാഴ്ച. നല്ല വൃത്തിക്ക് നമ്മൾ സാധാരണ കണ്ടുവരുന്ന റെയിൽവേ സ്റ്റേഷനുകളുടെ ഒരു പെയിൻറ്റിങ്ങോ ഒരു ആർക്കിടെക്ചറലോ ഒന്നുമില്ല. ഒരു ഹംപിയുടെ ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് നമുക്ക് നമ്മളെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഇത് അവിടെ നിന്ന് കുറച്ചൊരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷെ നല്ല രസമുള്ള കാഴ്ചകളും ഒരു ടണലും ഒക്കെ കടന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ഇത് നമ്മൾ ബുക്ക് ചെയ്ത റൂമൊന്നുമല്ല. ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഞാൻ പോകുന്ന സമയത്ത് ഫേസ്ബുക്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് എന്നോട് പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, എൻ്റെ അടുത്തേക്ക് പോരെ, ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. ഹംപി ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക്, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് കണ്ടത് മുഹമ്മദൻ ടോംബ് ആൻഡ് ദർഗ എന്ന് പറയുന്ന ഒരു ബോർഡും അതിൻ്റെ അകത്തേക്ക് പോകാനുള്ളൊരു വഴിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്തേക്ക് അതെന്താണെന്നൊന്നും നമുക്ക് നേരത്തെ അറിയില്ല. പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ അതിനകത്തേക്ക് കയറി പോവാണ്. ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറൽ രീതിയിലാണ് ഈ ഒരു ടോംബും ദർഗയും പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1300കളിലെ വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ മിലിറ്ററി ഫോഴ്സിലുണ്ടായിരുന്ന മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളുടെ ടോംബും ദർഗയുമാണ്. അത് ആ ഒരു ഇസ്ലാമിക് ആർക്കിടെക്ചറൽ അല്ലെങ്കിൽ ഒരു അറബ് ആർക്കിടെക്ചറിൽ തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഈ ഒരു ടോംബിന് 4 സൈഡുകളുണ്ട്, ഫേസുകൾ, ഓപ്പണിംഗ് ആയിട്ടുള്ള 4 ഫേസുകളുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ കുറവാണ്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ നിന്ന് വായിക്കാം. ഇവിടെ ഒരുപാട് ഇങ്ങനെയുള്ള അടക്കം ചെയ്തിട്ടുള്ള ഒരുപാട് കുഴിമാടങ്ങളുണ്ട്, ഒരുപാടുണ്ട്. ഇതൊരു വലിയൊരു ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെയുള്ള ആളുകളെ മറവ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ആ സമയത്തുണ്ടായിരുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ മിലിറ്ററി ആയിട്ടുള്ള ആളുകൾ, മുസ്ലിം മിലിറ്ററി ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ മറവ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുന്ന് പിന്നീടും കുറച്ചും കൂടെ ദൂരമുണ്ട്. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ പോകണം മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ. ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ വേറെയും ഒരുപാട് എന്താ പറയുക, ഇങ്ങനത്തെ മോണ്യുമെൻറ്റ്സുകൾ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 50 രൂപ നോട്ടിലുണ്ടാവുന്ന ആ ഒരു രഥം കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള ഒരു മണ്ഡപമാണ് ഇത്. ഇതും മറ്റൊരു മണ്ഡപമാണ്. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത ഒരു പുഷ്കരണി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പുഷ്കരണി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, കുളമാണ്. നമുക്ക് ആ ഒരു കാഴ്ച കാണാം. ആ പുഷ്കരണിയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് 1 കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടോ അല്ലെങ്കിൽ ഈ കാണുന്ന ബഗ്ഗി വാഹനത്തിലോ നമുക്ക് വരണം. 10 രൂപയാണ് ഒരു സൈഡിലേക്ക്, റിട്ടേണും 10 രൂപ. അപ്പോൾ 20 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബഗ്ഗിയിൽ പോയിട്ട് വരാം. പക്ഷേ ഞങ്ങൾ നടന്നിട്ടാണ് പോയത്. തിരിച്ചു വരുമ്പോഴാണ് ബഗ്ഗിയിൽ പോകുന്നത്. നടന്നു പോകുമ്പോൾ മറ്റ് കാഴ്ചകളും കൂടി അതിൻ്റെ അടുത്തുനിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോവുകയാണ്. 40 രൂപയാണ് ടിക്കറ്റ്. നമുക്ക് വേണമെങ്കിൽ ആ QR കോഡ് വഴി എടുക്കാം. തിരക്കുണ്ടാകുമ്പോഴൊക്കെ അങ്ങനെ എടുക്കുന്നതായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ അവിടെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും എടുക്കാം. അപ്പോൾ ഈ 50 രൂപയിലുള്ള ആ ഒരു ഹംപി എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു രഥം കാണുക എന്നുള്ളതാണ് മെയിനായിട്ട് എനിക്ക് ഹംപിയിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്യം. അപ്പോൾ അതാണ് ആദ്യം. ഇനിയിപ്പോൾ മറ്റൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ആദ്യം അത് കാണുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇങ്ങോട്ട് തന്നെ പോകുന്നത്.
വൈകുന്നേരമാണ്. പക്ഷെ നമ്മൾ ഈ വീക്കെൻഡൊന്നുമില്ല, പക്ഷെ എന്നാലും ആൾ കുറവ് തന്നെയാണ്. നല്ല സമാധാനത്തിൽ കാണാൻ പറ്റും. ഞങ്ങൾ വന്നതിന് ശേഷമാണ്, ഇതിപ്പോൾ ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ടാവും ഈ ഒരു സമയം, ഇതെടുക്കുന്ന സമയം. പോകാൻ നിൽക്കുന്ന സമയത്ത് അതായത് 6 മണിക്ക് ഇവിടെ ക്ലോസിംഗ് ആണ്. 6 മണിയോട് അടുക്കുന്ന സമയത്താണ് ഇവിടെ പിന്നീടും ആൾ വീണ്ടും കൂടിയത്. സൺസെറ്റ് ആവാൻ വേണ്ടി കാത്തുനിന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഇതാണ് 50 രൂപയിൽ കാണുന്ന ആ ഒരു രഥം. നമുക്കതിന് അടുത്തേക്ക് പോയിട്ട് കാണാം. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴല്ല അയാൾ വന്നത്. വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു റെയിലിന് വേണ്ടിയിട്ടൊരു വെർട്ടിക്കൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ വന്നിട്ട് അയച്ചില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും അധികം പുറത്തുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെ സമ്മതിക്കാത്ത സ്ഥിതിക്ക്. പക്ഷെ ഞാനൊക്കെ കണ്ടിട്ടുമുണ്ട്. ചില സമയത്ത് ചില സെക്യൂരിറ്റിമാർ നമ്മളെ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ആനേനെ കണ്ടില്ലേ, ഇവിടെയുള്ള മിക്കവാറും ആനകൾക്കും തുമ്പിക്കൈയില്ല. തുമ്പക്കൈയില്ല മീൻസ് അതൊക്കെ എങ്ങനെയോ നശിച്ചു പോയതാണ്, അല്ലെങ്കിൽ അത് കേടായി പോയതാണ് എങ്ങനെയാണെന്ന്. ഈ ക്ഷേത്രങ്ങളൊക്കെ ഇതിന്മേലുള്ള കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ, അതിമനോഹരമായിട്ടുള്ള ഒരു അന്ന് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ടൂളൊക്കെ എന്തായിരിക്കും, അല്ലെങ്കിൽ അന്നത്തെ ആളുകളൊക്കെ എത്ര വിദഗ്ധമായിട്ടാണ് ഇങ്ങനെയുള്ള ശില്പങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും വലിയ ഈ പില്ലറുകളൊക്കെ ഒറ്റ കല്ലാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അതിശയം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തിരിച്ചു പോവാണ്. ഞാനിതിൻ്റെ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. അങ്ങനെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ സമയം മതിയാവില്ല. ഇതന്നെ ഒരു വലിയ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ ആരെങ്കിലും ഹംപിയിലേക്കൊരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിസ്സാവാതെ നിൽക്കാൻ വേണ്ടി എന്തായാലും കാണേണ്ട, മസ്റ്റായിട്ട് ഹംപിയിൽ കാണേണ്ട കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് പറയുന്നത്. അതന്നെ ഒരു വലിയ വീഡിയോ ആയിപ്പോവും. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ വീഡിയോ ആണ്. ഇത് ഹംപി ഹോസ്പേട്ട് മെയിൻ റോഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഒരു സംഭവം കണ്ടു, കുബരമ വാടിക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ്ഡ് ടാങ്ക് എന്നും കൂടെ പറയുന്നുണ്ട്. അതിന് വെള്ളം എടുക്കാൻ, അന്നത്തെ കാലത്ത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കിണർ. ആ കിണറിലേക്ക് ഇറങ്ങി പോകാനും പറ്റും. അന്നത്തെ കാലത്ത് വെള്ളം കോരാൻ ഉപയോഗിച്ചിരുന്ന ഈ നമ്മൾ കപ്പിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇന്ന് ഉപയോഗിക്കുന്ന പോലെയുള്ള ഒരു കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാധനം, അതൊക്കെ ഇവിടെ കാണാം. ഇതും ഒരു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ ആണ് ഇതിൻ്റെയും ഒരു രീതി. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിൽ കുറച്ച് വെള്ളം അതിന് താഴെയുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ വേറൊരു വിഷ്വൽ പുറത്തു കൂടെ പോയിട്ട് നോക്കാം. ഇത് വലിയൊരു ഏരിയ ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം ഒരു 10-40-50 സെൻറ്റ് 10-60 സെൻറ്റ് സ്ഥലം ഇതിൻ്റെ കോമ്പൗണ്ടും ഉണ്ട്. ഇതാണ് വെള്ളം കോരാൻ വേണ്ടിയിട്ട് അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ അതിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടൊന്നുമില്ല, കാരണം അതുപോലെ ഉണ്ടത് കാണാൻ. അതിൽ കുറച്ച് വെള്ളവുമുണ്ട്. താഴെ ആ കറുത്ത നിറത്തിൽ കാണുന്നത് വെള്ളമാണ്. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിയിൽ ജസ്റ്റ് അവിടെ ബോർഡ് കണ്ടപ്പം ഇറങ്ങിയെന്നുള്ളൂ. ഇതൊന്നും അത്ര പ്രധാനപ്പെട്ട ഒരു സംഭവമല്ല. പക്ഷേ കാണാൻ ആഗ്രഹവും സമയവും ഉണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന സമയത്തും നിങ്ങൾക്കും ഇതൊക്കെ കാണാം. ഈ കാണുന്നത് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു കരിമ്പ് ഒരുപാട് വലിയൊരു ഇതിൽ കൂട്ടിയിട്ട് കണ്ടു. അപ്പോൾ അതിനകത്തേക്കൊന്ന് പോയിട്ട് ശർക്കര ഉണ്ടാക്കുന്ന കാഴ്ച കാണാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങോട്ടൊന്ന് പോയത്. അപ്പോൾ അവർ സമ്മതിച്ചു, കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ അവർ സമ്മതിച്ചതല്ലേ എന്ന് വിചാരിച്ച് കൂടുതൽ വീഡിയോ എടുത്ത് അവരുടെ ജോലിയാണ്, അവർക്കത് കഷ്ടപ്പാടാണ്, നമുക്കത് കാണാൻ രസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാനും ഇതിനൊന്നും ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വിഷ്വൽ കാണിച്ച് അവിടെ നിന്ന് ഞങ്ങൾ പോന്നു. ഒരുപാട് ഇത് വലിയൊരു ഫാക്ടറിയാണ്, കാരണം അത്രയും കരിമ്പിൻ്റെ വേസ്റ്റുകൾ അവിടെ ഉണ്ട്. ഈ ഒരു പ്രദേശത്തുള്ള സകല കൃഷിയിടങ്ങളിലെയും ഈ ഒരു കരിമ്പ് ഇവിടെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അവിടെ ആ മെഷീനിൽ വെച്ചിട്ട് അത് കരിമ്പിനെ നീരാക്കിയെടുക്കും. ആ നീര് ഈ ഒരു കാണുന്ന കിച്ചൺ പോലെയുള്ള അതിനകത്തേക്ക് വന്നിട്ട് അവിടുന്ന് അത് 2-3 സ്റ്റെപ്പിലൂടെ പ്രോസസ്സ് ചെയ്തിട്ട് അത്
തണുക്കുന്നതിനനുസരിച്ച് അത് ശർക്കരയായിട്ട് വരും. ഈ കാണുന്നതൊക്കെ വലിയ 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 വൈക്കോൽ കൂരകൾ പോലെ കാണുന്നതൊക്കെ വലിയ ഈ കരിമ്പിൻ്റെ ചണ്ടിയും അതൊക്കെ വന്ന കരിമ്പുകളാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ കരിമ്പിൻ്റെ ചണ്ടികളാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ അടുത്തുനിന്ന് കാണാം. ഈ ഇതിലിട്ടിട്ട് കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കരിമ്പിനെ ചാറാക്കി മാറ്റിയിട്ട് അത് ഈ ജ്യൂസ് എടുക്കുന്ന മെഷീൻ്റെ താഴെ കൂടെ ഒരു ലൈനുണ്ട്. ആ ലൈനിൽ കൂടെ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. ഉള്ളിൽ നിന്ന് 2-3 ഈ നമ്മുടെ വലിയ ചെമ്പ് പോലത്തെ അത് ചൂടാക്കിക്കൊണ്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും സാധാരണ ചെമ്പല്ല. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ അത് ഫിൽട്ടർ ചെയ്തിട്ട് അവിടെ അപ്പുറത്തൊരു ചാല് കാണും, അഴുക്ക് ചാല് പോലെ. പക്ഷെ അത് അഴുക്ക് ചാലല്ല, അതിലൂടെയാണ് ശർക്കര ആയിട്ട് അത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വൃത്തിയും ഇതൊക്കെ മധുരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളതൊക്കെ മറന്നു പോകുന്നതാണെന്ന് തോന്നണം. വലിയൊരു വൃത്തിയൊന്നുമില്ല. ഈ കാണുന്ന ചങ്ങായി ചെയ്യുന്ന പണി ആണ് ഇതിലേറ്റവും ഡേഞ്ചറസ് പണിയായിട്ട് എനിക്ക് തോന്നിയത്. ഇയാൾ ഈ ചണ്ടി കൂട്ടിയിടുക അല്ല ചെയ്യുന്നത്, ശരിക്കും അടുപ്പ് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ അടുപ്പ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇതിൻ്റെ വേസ്റ്റാണ്. ഈ കരിമ്പിൻ്റെ ഉണങ്ങിയിട്ടുള്ള ചണ്ടിയാണ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ അങ്ങോട്ട് തള്ളിക്കൊടുക്കുകയാണ്. അപ്പോൾ തീ ഇങ്ങോട്ട് വരുന്നില്ല. തീ തിരിച്ചിങ്ങോട്ട് റിവേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള ഈ ചണ്ടിയിലേക്ക് മൊത്തം അത് കത്തിപ്പിടിക്കും. ഹംപിയിലെ ഒരു പ്രധാനപ്പെട്ട, നിങ്ങൾ ഹംപി എന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട വരുന്ന ഒരു ഇമേജാണ് ഈ നരസിംഹ സ്റ്റാച്ചു, അതായത് നരസിംഹ ടെമ്പിൾ. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു ടെമ്പിളും കൂടി, ഒരു ആരാധനാലയം കൂടി ഉണ്ട്. അത് ഇപ്പോഴും ഉപയോഗിച്ചു വരുന്ന ഒരു ആരാധനാലയം തന്നെയാണ്. അതിലിപ്പോഴും പൂജ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഉപയോഗിച്ചു വരുന്നത് എന്നുകൊണ്ടുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു നരസിംഹ രൂപമാണ്. നമുക്ക് കുറച്ച് അടുത്തുനിന്ന് കാണാം. ഇവിടെ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര എക്കോ ആണ്. എന്തോ ആണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വായിച്ചറിയാൻ, ഇപ്പോൾ പോകാനും മറ്റൊന്നും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ പോകാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബോർഡ് വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചാൽ മതി. ലക്ഷ്മി നരസിംഹ ടെമ്പിൾ, നരസിംഹ സ്റ്റാച്ചു ആണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി ഇവിടെ ആ ഫ്രണ്ടിൽ കാണുന്ന ആ ടെമ്പിളിൽ പൂജ നടക്കുന്നുണ്ട് ഇപ്പോഴും. ഇങ്ങനെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകളും ഇവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകളും ഒക്കെ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പേരും കാര്യങ്ങളും കൂടി ഒന്ന് അറിയാം. ഇത് ഹംപിയിലൊരു മെയിൻ ലൊക്കേഷനാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മോണിമെൻറ്റ്സുകൾ ഉള്ളത്. അവിടെ വളരെ അടുത്തേക്ക് പോകുമ്പം അവിടെ ചെരുപ്പ് ഊരിടാൻ എഴുതി വെക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. കുറേ പേര് ചെരുപ്പ് ഊരിടുന്നുണ്ട്. അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അടുത്തേക്ക് അങ്ങോട്ട് പോവില്ല. ഇത് ബഡ വിലങ്ങ ടെമ്പിൾ എന്നാണ് ഈ ഒരു ടെമ്പിളിൻ്റെ പേര്. നരസിംഹ സ്റ്റാച്ചുവിൻ്റെ നോർത്ത് സൈഡിൽ ആണ് ഇതുള്ളത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസുകളും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കട, അത് ഇവിടെ തന്നെയാണ് ഉള്ളത്, ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇനി പോകുന്നത് ഹംപിയിലുള്ള ഏറ്റവും വലിയ ഒരു ക്ഷേത്രം എന്ന് വേണമെങ്കിൽ ഇതിൻ്റെ ഗോപുരവും ഇതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും വിലയിരുത്താൻ പറ്റും. കാരണം അത്രയും വലിയൊരു ഗോപുരമാണ്. ഇത്രയും വലിയൊരു ഗോപുരമുള്ള ക്ഷേത്രം വേറെ ഹംപിയിലില്ല ഞാൻ കണ്ടതിൽ. ഈ ക്ഷേത്രത്തിൻ്റെ പേര് കൃഷ്ണ ടെമ്പിൾ എന്നാണ്. ഈ ഒരു ഏരിയ കൃഷ്ണ ടെമ്പിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആ ഏരിയ മൊത്തത്തിൽ നിൽക്കുന്നത്. ഇതും 1300കളുടെ 1515 ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ ഗോപുരമാണ്. ഈ ക്ഷേത്രത്തിലും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ നിർമ്മിതികളിലും ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത വലിയ വലിയ കല്ലുകൾ. ഇപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം നമുക്ക് കടക്കുന്ന സമയത്ത് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും.
വലിയ കല്ലുകൾ കണ്ടോ. ഈ കല്ലുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ പീസ് നമുക്കിപ്പോൾ എത്ര ദൂരത്ത് നിന്ന് അടിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു മൈസൂർ പാക്കിൻ്റെ സൈസ് പോലെ തോന്നുമെങ്കിലും അതൊക്കെ വലിയ കല്ലുകളാണ് അടുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും വലിയ തിരക്കൊന്നുമില്ല. ഇത് രാവിലെ ആയതുകൊണ്ടാണോ അറിയില്ല, ആ സെക്യൂരിറ്റി അവിടെ സീപ്പറായിട്ടുള്ള ഒരു ചേച്ചിയാണ്, പിന്നെ ഒരാളെ ഞാൻ അവിടെ കണ്ടത്. വലിയ തിരക്കൊന്നുമില്ല. ഇതിൻ്റെ അകത്തേക്കൊക്കെ കയറുന്ന സമയത്ത് നല്ല തണുപ്പ്. ഈ കല്ലൊക്കെ ഒരു നല്ല വെയിലാണെങ്കിൽ പോലും നല്ല തണുത്ത ഒരു നല്ല സുഖമായിട്ട് അവിടെ ഇരിക്കാം, കിടന്നാൽ ഉറങ്ങും, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ് ഫീലാണ് അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ കൃഷ്ണ ടെമ്പിളിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കൃഷ്ണ ബസാറും അതുപോലെ തന്നെ പുഷ്കരണിയും ഉണ്ട്. ഇത് രണ്ടും ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെയുള്ള വഴിയിലൂടെ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് എത്തുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമ്മളൊരു ചെറിയ സംഭവം കണ്ടു. ഇതൊരു പത്തായം പോലെ ഇരിക്കുന്നു, എന്താണെന്നൊന്നും അറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പത്തായം പോലെ തന്നെ അതിന് മുകളിലൊരു കവറിങ്ങും ഇതൊക്കെ ഉണ്ട്. പക്ഷേ രണ്ട് വലിയ, ഒന്ന് സ്ക്വയറിലും ഒന്ന് ചതുരത്തിലും. ഇതെന്താണെന്ന് എനിക്കറിയില്ല. മുമ്പ് ഹംപിയിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് മനസ്സിലാകുന്നവരോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും മനസ്സിലാക്കാം, മറ്റുള്ളവർക്കും ഒക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണ് കൃഷ്ണ ബസാറും. ഈ കൃഷ്ണ ബസാറാണ് ഇപ്പോൾ നമ്മളിതിലൂടെ നടവഴി പോലെ കാണുന്നത്. നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ലാൻഡാണ് ഹംപി എന്ന് തോന്നും. ഇത് സമ്മറാണ്, സ്വാഭാവികമായിട്ടും കുറച്ച് ഡ്രൈ ആയിരിക്കും. പക്ഷേ തുംഗഭദ്ര നദിയും തുംഗഭദ്ര ഡാമും ഒക്കെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. ഇതാണ് പുഷ്കരണി. ഇതിലൊന്നും വെള്ളമില്ല. നമ്മൾ പോയത് ഈ ഒരു സമയത്തായതുകൊണ്ടാണ് ഇതിലൊന്നും വെള്ളം ഇല്ലാത്ത ഒരു കാഴ്ച കാണേണ്ടി വരുന്നത്. അപ്പോൾ ഈ കുളവും ഈ കുളത്തിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു പില്ലറുകളുടെ നടുക്ക്, ബസാർ എന്ന് പറയുമ്പം ചന്ത അല്ലെങ്കിൽ അങ്ങാടിയാണല്ലോ, അപ്പോൾ കച്ചവടങ്ങളൊക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ പില്ലർ വെച്ച് ഇട്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ. ഇതാണ് ബസാർ. ഇത് ഒരുപാട് ദൂരം അല്ലെങ്കിൽ ഒരുപാട് നീളത്തിൽ കിടക്കുന്ന ഒരു ഏരിയ തന്നെ ഉണ്ട്, ബസാർ എന്നറിയപ്പെടുന്ന ഈ ഒരു ഏരിയ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ ഒരു ശിവ ടെമ്പിൾ, അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിൾ കണ്ടത്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോഴും പുതിയ എന്താ പറയുക, പാർക്കുകളൊക്കെ അല്ലെങ്കിൽ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇത് പരിപാലിച്ച് പോരുന്നുണ്ട്. മറ്റുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ അതുപോലെ പരിപാലിച്ച് പോരാൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇതുപോലെ മണ്ണും അല്ലെങ്കിൽ പുല്ലൊന്നും പിടിച്ച് നിൽക്കാത്ത സ്ഥലമായിരിക്കും. ശരിക്കും നല്ല പാറപ്പുറ ആയിരിക്കും. ചിലപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും അവിടെ അങ്ങനെ പരിപാലിച്ച് പോരാത്തത്. ഇവിടെ ചെടിയൊക്കെ വെച്ച് പുല്ലൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാ ക്ഷേത്രങ്ങൾക്കും ഇതുപോലെ തന്നെ ഗോപുരങ്ങളുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിനും അതുപോലെ ഗോപുരമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോയി നോക്കാം. മലയാളികൾ വളരെ കുറച്ച് പേരാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് 3 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് കണ്ടത് വളരെ കുറച്ച് മലയാളികൾ മാത്രമാണ് ഇവിടെ ഉള്ളൂ. മലയാളികളില്ല എന്നല്ല, മലയാളികളുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാൽ കാണുന്നത് പോലെ അത്രയും മലയാളികളൊന്നും ഇവിടെ ഇല്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം കടന്ന് നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണ്. നല്ല ഇരുട്ടാണ് ഇതിനകത്തൊക്കെ. വെളിച്ചം അങ്ങോട്ട് കടക്കുന്നൊന്നുമില്ല കാര്യമായിട്ട്. ഇത് നമ്മൾ ക്യാമറയിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ വെളിച്ചങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും വെളിച്ചം കുറയും. നമുക്ക് ഫ്ലാഷ് അടിച്ചാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഇരുട്ട്. അപ്പോൾ ഇവിടെ ഇവർ ചെരുപ്പ് ഊരിട്ടിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പിട്ടിട്ടും ആളുകൾ ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാനും ഇതിൽ തന്നെ പോയി. ഇവിടെ ഒരു നന്ദി കാണാം. നന്ദി എന്ന് പറയുന്നത് ഒരു പശുവിൻ്റെ രൂപത്തിലുള്ള ഒരു ആരാധന ചെയ്യപ്പെടുന്ന ഒരു രൂപമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലൂടെ പോയി അകത്തേക്ക് പോവാണ്.
അവിടെ ഇത് നന്ദി ഫേസ് ചെയ്തിരിക്കുന്ന ഏരിയയിൽ ഒരു മറ്റൊരു ആരാധന മൂർത്തി ഉണ്ട്. അപ്പം കുറേ പേര് അങ്ങോട്ട് അവിടെ നോക്കുന്നുണ്ട്, അവിടെ എന്താ ഉള്ളത് എന്നൊക്കെ അങ്ങനെ ഫ്ലാഷ് അടിച്ചിട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും അങ്ങോട്ട് പോയി നോക്കുകയാണ്. പക്ഷേ കാണുന്നു തോന്നുന്നില്ല. അപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അപ്പോൾ അതെ, ഇത്ര ഫ്ലാഷ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഉള്ളിലുള്ളതൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് പോന്നു. ഇതിൻ്റെ സൈഡിലുള്ള മറ്റു കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഇതിനെ ഇപ്പം നമ്മൾ അവസാനം കാണാൻ ശ്രമിച്ച ആ ഒരു ആരാധന മൂർത്തി ഇരിക്കുന്ന അതിൻ്റെ ചുറ്റിനും ഒരു വഴിയുണ്ട്. ചെറിയ ഹോളുകൾ കണ്ടോ, അതിനകത്ത് കൂടെ വരുന്ന ലൈറ്റ് മാത്രമേ അതിനുള്ളിലുള്ളൂ. നല്ല ഇരുട്ട് ബാക്കിയൊക്കെ. അപ്പോൾ നമ്മൾ അതിനെ ചുറ്റി ഒന്ന് വന്നു. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. വേറെയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമുക്കിന്ന് മാക്സിമം വെയിലാവുന്നത് വരെ ആണ് നമുക്ക് കൂടുതൽ പുറത്ത് നിൽക്കാൻ പറ്റുള്ളൂ. വെയിലായി മീൻസ് നല്ല വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലത്തെത്തി. ഇവിടെ നമ്മൾ പോയില്ല. മസ്ജിദ്, വാച്ച് ടവർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയും പോവാം. കടുത്ത വെയിൽ കാരണം കുറച്ചങ്ങോട്ട് നടന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റുകൾ പറയാം. നിങ്ങൾക്ക് ഇനി പോകാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോവുകയും ചെയ്യാം. പക്ഷേ ഇത് വേറൊരു സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ പോയി. ഇതും ഒരു വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ മലയോ അല്ലെങ്കിൽ വലിയ പർവ്വതങ്ങളൊക്കെ കയറിയിട്ട് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ അല്ല കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ നിന്ന് ഒരു വലിയൊരു പാറയുണ്ട്. ആ പാറയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഇവിടുത്തെ നോബിൾ മെൻസ് സെറ്റിൽമെൻറ്റ്, ആ ഭാഗത്ത് നോബിൾ മെൻസ് ക്വാർട്ടേഴ്സ്, ആ ഭാഗത്ത് ഉള്ള കാഴ്ചകൾ, അതായത് ഈ വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സന്യാസിമാരും മുസ്ലിം സെറ്റിൽമെൻറ്റുകളും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളുടെ ഈ ഏരിയ, ആ ക്വാർട്ടേഴ്സുകളും ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള വലിയ ക്വാർട്ടേഴ്സുകളായിട്ടൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. അവിടെ അതിൻ്റെ ശേഷിപ്പുകൾ മാത്രമാണുള്ളത്. അവിടെ ഇപ്പോൾ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കറക്റ്റ് നമുക്ക് പോകാനും പറ്റില്ല. അപ്പം ഇനിയും അവിടുന്ന് ചരിത്രപ്രധാനമായിട്ടുള്ള പല അറിവുകളും കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അങ്ങോട്ട് വേറെ വഴിയാണ് ശരിക്കുള്ളത്. ആ വഴി അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോബിൾ മെൻസ് ക്വാർട്ടേഴ്സ്. ഇത് വലിയൊരു ലാർജ് ഏരിയ ആണത്. നമുക്കിങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു വലിയ ഏരിയ ആണ്. ഇനി അവിടുന്ന് നമ്മൾ പോരുന്നത് ആസാര രാമചന്ദ്ര ടെമ്പിളാണ്. ഇത് ഒരു പ്രധാനപ്പെട്ട ടെമ്പിളാണ്. ഈ ടെമ്പിളിനോട് ചേർന്നിട്ടും മിക്കവാറും എല്ലാ ടെമ്പിളുകളിലും എന്തുണ്ടാവും, ഒരു പുഷ്കരണി, ഒരു ബസാർ, ആ ഒരു സിസ്റ്റം ഉണ്ട്. എല്ലാ അമ്പലവും കച്ചവടവും കുളവും എന്നുള്ള ഒരു കോമൺ ആയിട്ട് 3 കാര്യങ്ങളും. അപ്പോൾ ഇവിടെയും നമ്മൾ ക്ഷേത്രത്തിനകത്തും ചുറ്റിലും എല്ലാം നടന്ന് കാഴ്ചകളും കണ്ടു. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു ചെറിയ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ടാണുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്, ഇവിടെ ആ ക്ഷേത്രത്തിനകത്തുള്ള 4 പില്ലറുകളും ബ്ലാക്ക് കളറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. നമുക്കതിൻ്റെ വിഷ്വൽസ് വീണ്ടും കാണാം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് ചുറ്റി നടന്ന് കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ പുറകിലും മറ്റു ഇതിന് ഒരു 2-3 ഡോറുകളാണ് അകത്തേക്കുള്ള പ്രവേശനമുള്ളത്. അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഇതുപോലത്തെ ഒരു മണ്ഡപം പോലെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇതിനകത്തും ഒരു ആരാധനാമൂർത്തി ഇരുന്ന സ്ഥലം തന്നെയാണ്. അതൊരു മണ്ഡപമല്ല. അവിടെ പക്ഷേ ഇപ്പം ഇവിടെ എവിടെയും ആരാധനാമൂർത്തികൾ അല്ലെങ്കിൽ ഈ സ്റ്റാച്യൂസ് എവിടെ ഇല്ല. അതൊക്കെ ഹംപി മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റിയതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു കിണർ അല്ലെങ്കിൽ വേസ്റ്റ് പോകാനുള്ളതാവില്ല, അത് കിണർ തന്നെ ആയിരിക്കും.
ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഇതൊക്കെ ഒരു നിഗമനമായിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 4 പില്ലറുകൾ കണ്ടോ, ഇത് വളരെ ഫൈൻ ഫിനിഷിംഗ് ഉള്ള പില്ലറുകളാണ്. ഇത് പാറക്കല്ലല്ല, സാധാരണ പാറക്കല്ലല്ല, ഇത് ബ്ലാക്ക് മാർബിൾസ് ആണ്. ഇത് ശരിക്കും ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് മീൻസ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് രാജസ്ഥാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതോ സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ആ കാലത്താണ് ഇത് ഇമ്പോർട്ട് ചെയ്തത് എന്ന് കൂടി നമ്മൾ നോക്കണം. ഇനി കാണാൻ പോകുന്നതും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മോണുമെൻറ്റ്സ് ആണ്. ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ചിൽപ്പെട്ട, എന്തായാലും ഹംപിയിൽ വന്നു എന്നുള്ള ഇതുകൊണ്ട് എന്തായാലും കാണേണ്ട ഒരു സ്ഥലമാണ്. ഈ ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് പോയിട്ട് ഉള്ള കാഴ്ചകൾ നമ്മൾ ഹംപിയിൽ വന്നു കഴിഞ്ഞാൽ മിസ്സാക്കാൻ പാടില്ലാത്ത കാഴ്ചകളാണ്. ലോട്ടസ് മഹൽ എന്ന് പറയുന്ന ഒരു മോണുമെൻറ്റ്സ് അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ക്യൂൻസ് രാജ്ഞി പാലസിൻ്റെ ബേസ്മെൻ്റ് ആണ്. ഇതിൻ്റെ ടോപ്പിലുള്ളതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണതായിരിക്കും, ബേസ്മെൻറ്റ് മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളൂ. ഇതാണ് ലോട്ടസ് മഹൽ. ഇത് നല്ല ഭംഗിയുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, പ്രത്യേക ഭംഗിയുള്ള ഒരു മോണുമെൻറ്റ്സ് ആണിത്. ഇതിൻ്റെ ആ ആർച്ചുകളുണ്ടല്ലോ, ആർച്ചുകളിലൂടെ നമ്മൾ ഏതൊരു ഡയറക്ഷനിൽ നിന്നാലും അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഈ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് കാണാൻ പറ്റും. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമാണോ ഇതിൻ്റെ പ്രത്യേകത എന്ന് എനിക്കറിയില്ല. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ അതുമായിരിക്കാം ഈ കണ്ടോ, ഏത് ഭാഗത്തേക്ക് നമ്മൾ തിരിയാണെന്നുണ്ടെങ്കിലും അപ്പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വിജയനഗര സാമ്രാജ്യത്തിലും ചുറ്റിലും ഒക്കെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ആനകളെ പാർപ്പിച്ചിരുന്ന തൊഴുത്ത്, ആനത്തൊഴുത്ത്. ആന മെലിഞ്ഞാൽ തൊഴുത്ത് കെട്ടാൻ പറ്റുമോ എന്നൊരു ചൊല്ലുണ്ട്. ആന മെലിയാതെ തന്നെ തൊഴുത്ത് കെട്ടാൻ പറ്റുമെന്നാണ് അന്ന് രാജാക്കന്മാർ കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ അതിനനുസരിച്ചുള്ള തൊഴുത്ത് വേണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രാജകീയ ആനകളുടെ ആ ഒരു തൊഴുത്ത് നമുക്ക് കാണാം. ഈ ഒരു മതിൽ കടന്നു കഴിഞ്ഞാൽ, സെൻട്രൽ ജയിലിൻ്റെ വലിപ്പമുള്ള മതിലുകൾ ആണ്. ഈ മതിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് രാജകീയ ആനകളെ പാർപ്പിച്ചിരുന്ന ആ ഒരു തൊഴുത്ത് കാണാൻ പറ്റും. ഇതും ഹംപിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇത് കാണാതെ പോകരുത്. ഇതാണ് എലിഫൻറ്റ് സ്റ്റാബിൾ എന്നാണ് ഇതിന് ഇംഗ്ലീഷ് പറയുക. മലയാളത്തിൽ പറഞ്ഞ ആനത്തൊഴുത്ത് അല്ലെങ്കിൽ തൊഴുത്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് ഓരോന്നിനും ഡിഫറെൻറ്റ് ഷേപ്പുകൾ ഉണ്ട്. ഏറ്റവും സെൻറ്ററിലൊരു പ്രത്യേക ഷേപ്പുണ്ട്. പിന്നൊക്കെ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡിസൈനുകളാണ്. സെൻറ്ററിൽ മാത്രം പ്രത്യേകമാണ്. ചിലപ്പോൾ അത് എന്തെങ്കിലും പ്രത്യേക പദവിയുള്ള ആനയെ പാർപ്പിക്കാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ ഡിസൈൻ ആയിരിക്കാം. എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് വേണമെങ്കിൽ എന്തും പറയാം, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് വ്യാഖ്യാനിക്കാമെന്ന് തോന്നുന്നു. അവിടെ നിന്ന് പിന്നെ നമ്മൾ തിരിച്ച് പോയിട്ട് സൺസെറ്റ് കാണുക എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി കുറേ സമയമുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം തപ്പി ഒരു സ്ഥലത്തെത്തി. വെറുതെ ഭക്ഷണം കഴിക്കാൻ തപ്പിയതായിരുന്നു. അതിലൊരു സ്ഥലം, നല്ല സൂപ്പർ സ്ഥലം കിട്ടി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ഫാമിലി, ഒരു ഭാര്യയും ഭർത്താവും അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വന്നതിന് ശേഷം ഒരു ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ വരുന്നതിന് മുമ്പ് കഴിച്ചതായിരിക്കും എന്ന് വിചാരിക്കുന്നു. കുറേ നേരം ആ അവിടെ ഇരിക്കുക. അപ്പോൾ അത് മാതൃകയാക്കിയിട്ട് ഞങ്ങളും അവിടെ ഇരുന്നു. കാരണം ഞങ്ങൾക്ക് ഒരുപാട് സമയം റെസ്റ്റ് എടുക്കണമായിരുന്നു. നിലത്തിരുന്നിട്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കുക. ഒരു നോർത്തേൺ സ്റ്റൈലാണ് ഈ ഒരു സ്റ്റൈല് ധാബകളിലൊക്കെ ഉള്ള. അങ്ങനെ ഒരുപാട് സമയം ഞങ്ങൾ അവിടെ വിശ്രമിച്ചു, ഫോൺ ചാർജ് ചെയ്തു, കിടന്നു കുറച്ച് നേരം. അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്യൂൻ ബാത്ത് എന്ന് പറയുന്ന സ്ഥലം, രാജ്ഞിയുടെ കുളിമുറി അല്ലെങ്കിൽ രാജ്ഞി കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലം എന്ന് ചുരുക്കി നമുക്ക് പച്ച മലയാളത്തിൽ പറയാം. ആ സ്ഥലത്ത് പോയി. ഇതും ഒരു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറൽ രീതിയിലാണ് ഇതൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലമാണിത്. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്കിങ്ങനെ ഒരു വലിയൊരു തോന്നുന്നില്ലെങ്കിലും
അതിൻ്റെ അകത്ത് നല്ല ഫോട്ടോ എടുക്കാനും ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെയും ഒരു വൈകുന്നേരം 3 മണിക്ക് ശേഷം, ഇപ്പോൾ ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്, എന്തായാലും ഒരു 3 മണി കഴിഞ്ഞിട്ട് 3:15 കഴിഞ്ഞ സമയത്താണ്. നല്ല ലൈറ്റിങ്ങിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല രസമുള്ള ഒരുപാട് വ്യൂ ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ സൈഡിൽ കാണുന്ന ഒരു കിടങ്ങാണ്, ഇതിനകത്തേക്ക് പോകാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ കിടങ്ങാണ്. ഇതെന്തിനായിരിക്കും അന്ന് ഇങ്ങനെ ഒരു കിടങ്ങിട്ടത് എന്നറിയില്ല, ഇറിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സെൻറ്ററിൽ ഒരു കുളം പോലെ ഒരു ഏരിയ ഉണ്ട്. അവിടെ നിന്നിട്ടായിരിക്കും ചിലപ്പോൾ രാജ്ഞി കുളിക്കുന്നത്, ഇനി എന്താ എന്നറിയില്ല. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് സീക്രട്ട് ചേംബർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതും ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ്. കൊട്ടാരത്തിലെ രാജാവിന്, മന്ത്രിമാർക്കും അതുപോലെ തന്നെ മിലിറ്ററി ആളുകൾക്കൊക്കെ രഹസ്യമായിട്ട് സംഭാഷണം നടത്താനും അല്ലെങ്കിൽ ഒളിവിലിരിക്കാനും ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു അണ്ടർഗ്രൗണ്ട് സ്ഥലമാണിത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പോകാം. കഷ്ടിച്ച് ഒരാൾക്ക് അങ്ങോട്ടും ഒരാൾക്ക് ഇങ്ങോട്ടും വരാനുള്ള സ്പേസ് കറക്റ്റാണ്. ഇതാണ് ഒരു പുഷ്കരണി. ഈ ഒരു പാലസ് നിൽക്കുന്ന ഭാഗത്തുള്ള പുഷ്കരണിയാണിത്. ഇത് കുറച്ച് വലിയ പുഷ്കരണിയാണ്, നമ്മൾ മറ്റേടത്ത് കണ്ടതിനേക്കാളൊക്കെ വലുത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഷ്കരണി ബ്ലാക്ക് മാർബിളിൽ ചെയ്തിട്ടുള്ളതാണ്, കംപ്ലീറ്റ് ബ്ലാക്ക് മാർബിളിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹംപിയിലെ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ ഒരുപാട് ഒരു മെയിൻ പോയിന്റ് ഓഫ് അട്രാക്ഷനാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അതെല്ലാം കൂടെ നമ്മൾ കുറച്ച് സമയത്തിൽ കാണിക്കുന്നു എന്ന് മാത്രമാണ്. വിരുപക്ഷ ടെമ്പിള് നമുക്ക് ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് കാണാം. വിരുപക്ഷ ടെമ്പിളിലേക്കുള്ള വഴി ശരിക്കും ഈ കുന്ന് കയറിയിട്ടല്ല, അപ്പുറത്ത് കൂടെ വേറെ വഴിയുണ്ട്. ഇത് സൺസെറ്റ് വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ക്ഷേത്രങ്ങളും ഉണ്ട്. ഇപ്പോഴും പൂജ നടക്കുന്ന, പ്രസാദവും പൂജയും ഒക്കെ നടക്കുന്ന ഉള്ള ഒരു ഒന്നിലധികം ക്ഷേത്രങ്ങളുണ്ട്. ഇത് വലിയൊരു പാറക്കുന്നാണ്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു സമ്മറിലാകുമ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരം 4 മണിക്ക് ശേഷമില്ലാതെ ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ കഴിയില്ല. ബിക്കോസ് ചൂട് കൊണ്ട് മാത്രം, വേറെ റെസ്ട്രിക്ഷൻസുകളൊന്നുമില്ല. ഇവിടെ നന്നായിട്ട് കുരങ്ങന്മാരുണ്ട്. എന്തെങ്കിലും ഫുഡ് സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒക്കെ അടിച്ചുകൊണ്ട് പോകും. അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി വരികയും ചെയ്യും. അതായത് നമ്മളെ പേടിപ്പിക്കും. അറ്റാക്ക് ചെയ്യുന്നതല്ല ആയിരിക്കില്ല. ഇതാണ് സൺസെറ്റ് പോയിന്റ് എന്ന് പറഞ്ഞ് ഇവിടെ ബോർഡ് വെച്ചിട്ടുള്ള സ്ഥലം. ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ അതിമനോഹരമാണ്, അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള സൺസെറ്റ്. പക്ഷേ ഇതിലേറൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സൺസെറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഈ മല കയറുന്നതിന് മുമ്പ് താഴെ നിന്നിട്ട് നോക്കുമ്പോൾ ഉള്ള സൺസെറ്റ് ഇതിനേക്കാൾ അടിപൊളിയാണ്. ഞാൻ 2 ദിവസം ഇവിടെ സൺസെറ്റ് കണ്ടു. ഒരു ദിവസം മലേൻ്റെ താഴെ നിന്നിട്ടും രണ്ടാമത്തെ ദിവസമാണ് ഈ മുകളിൽ നിന്നിട്ടും കാണുന്നത്. ഈ കാണുന്നതാണ് വിരുപക്ഷ ടെമ്പിൾ. നമ്മളിത് ഈ കുന്നിൻ്റെ മുകളിൽ നിന്നാണ് കാണുന്നത്. അങ്ങോട്ടുള്ള വഴി വേറെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എക്സ്പെൻസ് വളരെ കുറവാണ്. നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ കയറിയെന്ന് വിചാരിച്ച് നമ്മളെ അടുത്ത് എന്തില്ല, വളരെ നമ്മൾ ടൂറിസ്റ്റാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളെ പറ്റിക്കുന്ന ആ ഒരു ഇതൊന്നുമില്ല. കുറച്ച് മാന്യമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഈ കുന്നിൻ്റെ മുകളിൽ ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട്. ഹംപിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ട ഈ വിരുപക്ഷ ടെമ്പിൾ. അങ്ങോട്ട് നമ്മൾ ഇറങ്ങി പോയിട്ടില്ല, ഇവിടുന്ന് കണ്ടു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് കുന്നുകൾ ഇത് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. സൺസെറ്റ് ആവുന്നേ ഉള്ളൂ.